ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറ്റംസ്. ഇത് നമ്മുടെ 7th പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്ലിമേഷൻ, സെക്കൻഡ് വൺ സെൻട്രിഫിക്കേഷൻ, തേർഡ് വൺ ക്രോമറ്റോഗ്രഫി. ഇത് 3 കൂടി ആയാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ലിമേഷൻ ആണ്. പാർട്ട് 4 നമ്മൾ അതായത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയോഡിൻ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അയോഡിന്റെ കുറച്ച് ക്രിസ്റ്റൽസ് നമ്മൾ വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താവുന്നുണ്ട്, അതായത് അയോഡിന്റെ ക്രിസ്റ്റൽസ് വേപ്പേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്, ലിക്വിഡ് സ്റ്റേറ്റ് ഫോം ചെയ്യാണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഏത് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതുണ്ടോ? നമുക്കറിയാം, നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഇതിനു മുമ്പ് അതായത് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തതാണ്. ഇവിടെ നമ്മൾ അതിനെ ഇലോബറേറ്റ് ആയിട്ട് നോക്കുക ചെയ്യുന്നു. അപ്പോൾ നാഫ്തലിൻ, ക്യാംഫർ, അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡ്, ഇതിനൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, അതായത് ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് ആയിട്ട് ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, അതായത് ഇത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഇതിലൊക്കെ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് നടക്കുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതായത് അമോണിയം ക്ലോറൈഡും സാൻഡും മിക്സ് ആക്കിയിട്ടുള്ള ഒരു മിക്സ്ചർ, അതിൽ നമുക്ക് എങ്ങനെ അമോണിയം ക്ലോറൈഡിനെ സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ അമോണിയം ക്ലോറൈഡ് ഏത് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതായത് ഈ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തത്. അതായത് അമോണിയം ക്ലോറൈഡ് ഏത് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അമോണിയം ക്ലോറൈഡ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അമോണിയം ക്ലോറൈഡും സാൻഡും തമ്മിലുള്ള ഒരു മിക്സ്ചറിന് അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഈ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. അതായത് ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ബർണർ എടുത്തിട്ടുണ്ട്. ബർണർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ ഹീറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബർണർ. നമ്മൾ അത് കഴിഞ്ഞ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബർണർ പറഞ്ഞതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ചൈന ഡിഷ് എടുത്തിട്ടുണ്ട്. ചൈന ഡിഷിലാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്, അതായത് മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സാൻഡ്. അമോണിയം ക്ലോറൈഡിന്റെയും അതേപോലെ തന്നെ സാൻഡിന്റെയും മിക്സ്ചറും നമ്മൾ ഈ ചൈന ഡിഷിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്തുണ്ട്, ഇവിടെ നമ്മൾ ഒരു ഫണൽ വെച്ചിട്ടുണ്ട്. ഫണൽ ഇൻവേർട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇൻവേർട്ട് ചെയ്തിട്ട് ഒരു ഫണൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കോട്ടൺ ആണ്. അതായത് ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തെടുത്തിട്ടുണ്ട്, കോട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ സംഭവിക്കല്, നമ്മൾ പറഞ്ഞു ഇത് അമോണിയം ക്ലോറൈഡിന്റെയും അതേപോലെ തന്നെ സാൻഡിന്റെയും ഒരു മിക്സ്ചർ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ മിക്സ്ചറിന് നമ്മൾ പറഞ്ഞു അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഏത് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിലുള്ള അമോണിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽസ് എന്താവാൻ വേണ്ടിയിട്ട് തുടങ്ങും, വേപ്പർ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതായത് ഇവിടെ എന്ത് സ്റ്റേറ്റ് ഫോം ചെയ്യില്ല, ലിക്വിഡ് സ്റ്റേറ്റ് ഫോം ചെയ്യില്ല. അപ്പോൾ ഇവിടെയുള്ള അമോണിയം ക്ലോറൈഡ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത് വേപ്പേഴ്സ് ആയിട്ട് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് അമോണിയം ക്ലോറൈഡിന്റെ വേപ്പേഴ്സ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡിന്റെ വേപ്പേഴ്സ് ഇതിലൂടെ പോകുന്ന സമയത്ത് ഈ ഫണലിന്റെ ഈ പോർഷനിൽ എന്ത് സംഭവിക്കും, ഫണലിന്റെ ഇവിടെ എന്ത് സംഭവിക്കും, അതായത് അമോണിയം ക്ലോറൈഡ് സോളിഡിഫൈ ആകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതായത് ഈ വേപ്പേഴ്സ് സോളിഡ് ആകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് കിട്ടും, അതായത് അമോണിയം ക്ലോറൈഡിന്റെ വേപ്പേഴ്സ് സോളിഡിഫൈഡ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, അമോണിയം ക്ലോറൈഡ് കിട്ടും. അങ്ങനെ നമുക്ക് അതായത് ഈ മിക്സ്ചർ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അമോണിയം ക്ലോറൈഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വേപ്പേഴ്സ് ഇവിടെ സോളിഡിഫൈഡ് ആകും, അതായത് അമോണിയം ക്ലോറൈഡിന്റെ വേപ്പേഴ്സ്. അങ്ങനെ നമുക്ക് ഈ അമോണിയം ക്ലോറൈഡും അതേപോലെ തന്നെ സാൻഡിന്റെയും മിക്സ്ചറിന് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം,
അമോണിയം ക്ലോറൈഡിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സാൻഡ് ഉണ്ടാവും. അപ്പം നമുക്ക് സാൻഡ് എവിടെയും അമോണിയം ക്ലോറൈഡ് എവിടെയും നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. ഇതാണ് അതായത് അമോണിയം ക്ലോറൈഡിന്റെ കേസ്. അമോണിയം ക്ലോറൈഡ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ സബ്ലിമേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ്, അതായത് സെപ്പറേറ്റിംഗ് പ്രോസസ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അമോണിയം ക്ലോറൈഡിന്റെ കേസിൽ നടക്കുന്നത്, സബ്ലിമേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗേഷന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണിത്. ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം മാത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് അതിന്റെ ഒറിജിനൽ പിക്ചർ അല്ല ഇവിടെ വരച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം മാത്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു ലിക്വിഡ് മിക്സ്ചറിന് ഇൻസോൾബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലിക്വിഡ് മിക്സ്ചറിന് ഇൻസോൾബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഏത് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നത്, അതായത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ്, ഈ മെത്തേഡ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്ന പേരാണ് എന്ത്? സെൻട്രിഫ്യൂജ്. അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാൻഡ് വരച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആ സ്റ്റാൻഡിനെ കണക്ട് ചെയ്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? അതായത് ഈ ഒരു സ്റ്റാൻഡിനെ കണക്ട് ചെയ്തിട്ട് 2 കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് വെച്ചിരിക്കുന്നത്. 2 ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, അതേപോലെ തന്നെ അതിൽ നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ സെൻട്രിഫ്യൂജർ എന്ന് പറയുന്നത് അതിൽ ഒരു 2 ടെസ്റ്റ് ട്യൂബ് വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമായിരിക്കില്ല ഉണ്ടാവില്ലേ. അതായത് 5 or 6 ടെസ്റ്റ് ട്യൂബ് ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇത് ജസ്റ്റ് സ്കീമാറ്റിക് ഡയഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താണ്, നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലിക്വിഡ് മിക്സ്ചർ ആണ്, ഇൻസോലുബിൾ ആയിട്ടുള്ള ലിക്വിഡ് മിക്സ്ചർ ആണ്. ഇവിടെ നമ്മൾ അതായത് ഈ സെൻട്രിഫ്യൂജിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സെൻട്രിഫ്യൂജിൽ നമുക്ക് അതായത് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൈ സ്പീഡ്, അതേപോലെ തന്നെ ലോ സ്പീഡ്, അങ്ങനെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി ഇതിലുണ്ട്. നമ്മൾ അത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പൊ എന്താണ്, നമ്മളിപ്പോ സ്പീഡ് കൂട്ടാണെങ്കിൽ, ഹൈ സ്പീഡ് ആണെങ്കിൽ എന്തായിരിക്കും, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പെട്ടെന്ന് നടക്കും. അതേപോലെ തന്നെ നമ്മൾ സ്പീഡ് കുറക്കുകയാണെങ്കിൽ എന്തായിരിക്കും, സെൻട്രിഫ്യൂഗേഷൻ ആ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഏത് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതായത് ഇൻസോലുബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർട്ടിക്കിൾസിനെ നമ്മൾ ഏത് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതായത് മാസ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. അപ്പോൾ മാസ് ഡിഫറൻസിന്റെ ബേസിലാണ് ഇവിടുത്തെ പാർട്ടിക്കിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിലുള്ള ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആവുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? അതായത് മാസ് ഡിഫറൻസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നടക്കലെന്ന് നോക്കാം. അപ്പൊ ഇതിനെ നമ്മൾ ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെൻട്രൽ ആക്സിസിന് നമ്മൾ ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ലൈറ്റർ മാസ് ഉള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും, അതേപോലെ തന്നെ ഹെവിയർ മാസ് ഉള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹൈ സ്പീഡിൽ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആ പിക്ചർ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, അതായത് അപ്പൊ എന്താണ് ഇവിടെ ഇല്ല, അതായത് മാസ് കൂടുതലുള്ള പാർട്ടിക്കിൾ ഈ സെന്ററിന് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് സെന്ററിന് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ബോട്ടത്തിൽ എന്തുണ്ടാവും, നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടത്തിലായിരിക്കും ഏതുണ്ടാവുക, മാസ് കൂടുതലുള്ള പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ മാസ് കുറവുള്ള പാർട്ടിക്കിൾ എവിടെയായിരിക്കും ഉണ്ടാവുക, അതായത് സെന്ററിന്റെ അടുത്തായിട്ടാണ് ഏതുണ്ടാവില്ലേ, മാസ് കുറവുള്ള പാർട്ടിക്കിൾ. അതായത് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് മാസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതായത് നമ്മൾ ഈ ബ്ലൂ ഷെയ്ഡിൽ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് മാസ് കുറവുള്ള പാർട്ടിക്കിൾ ആണ്. അത് നമ്മുടെ സെന്ററിന്റെ അതായത് അടുത്താണ് ഉള്ളത്. അതായത് ഈ പോർഷൻ കഴിഞ്ഞിട്ടായിരിക്കും അതായത് മാസ് കൂടുതലുള്ള പാർട്ടിക്കിൾസ് വരുന്നത്. അതായത് ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഏത് പോർഷനിലായിരിക്കും മാസ് കൂടുതലുള്ള പാർട്ടിക്കിൾ നിൽക്കുന്നത്, അത് ഓക്യുപ്പൈ ചെയ്യുന്നത്? അതായത് ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടം പാർട്ടിലാണ് അതായത് ഹെവിയർ മാസ് ഉള്ള പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏത് പാർട്ടിക്കിൾ വരുന്നത്, അതായത് മാസ് കുറവുള്ള പാർട്ടിക്കിൾ അതിന് ശേഷമാണ് വരുന്നത്. മാസ് കുറവുള്ള പാർട്ടിക്കിൾസ് ഏകദേശം ഈ പാർട്ടിലാണ് ഇവിടെ ഓക്യുപ്പൈ ചെയ്ത് നിൽക്കുന്നത്. അതായത് ബ്ലാക്ക് ഇങ്കിൽ കാണിച്ചിരിക്കുന്നത് ഹൈ മാസ് ഉള്ള പാർട്ടിക്കിൾ ആണ്.
അതേപോലെ തന്നെ ബ്ലൂ ഇങ്കിൽ നമ്മളിവിടെ വരച്ചിട്ട് കാണിച്ചിരിക്കുന്നത് ഏതാണ്, അതായത് പാർട്ടിക്കിൾ വിത്ത് ലോവർ മാസ്, അത് ലോ മാസുള്ള പാർട്ടിക്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പാർട്ടിക്കിൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമുക്ക് ഇനി സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യല് നോക്കാം. അതിന്റെ യൂസസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, യൂസ്ഡ് ടു സെപ്പറേറ്റ് ബട്ടർ ഫ്രം കേർഡ്. കേർഡിന്ന് നമ്മൾ ബട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തൈരിന്ന് എങ്ങനെ നമുക്ക് ബട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാം, അതിന് വേണ്ടി നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് എന്താണ്, യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾസ്. ബ്ലഡ് സാമ്പിൾസിൽ നിന്ന് ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്, quick separation of the precipitate obtained during chemical experiment. അതായത് നമ്മൾ കെമിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്താൽ, അതായത് അതാണ് നമുക്ക് അപ്പോൾ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ്, അവിടെ നമ്മൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇനി ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്ന മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യല് നോക്കാം. Chromatography is the method used to separate more than one solute dissolved in the same solvent. അതായത് നമ്മളൊരു സോൾവെന്റ് എടുത്താൽ ആ സോൾവെന്റിലുള്ള ഒന്നിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു മോർ ദാൻ വൺ സൊല്യൂട്ട്, ഒന്നിൽ കൂടുതൽ സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു സോൾവെന്റ് എടുത്താൽ ആ സോൾവെന്റിൽ അതായത് അതിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സോൾവെന്റും അതേപോലെ തന്നെ സൊല്യൂട്ടും എന്താണെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എന്തൊക്കെയുണ്ട്, വാട്ടറും ഉണ്ട് അതേപോലെ തന്നെ ഷുഗറും ഉണ്ട്. അപ്പൊ ഇതിലുള്ള സോൾവെന്റ് ഏതാണ്, സൊല്യൂട്ട് ഏതാണ്, വാട്ടർ ആണ് ഇതിലുള്ള സോൾവെന്റ്, അതേപോലെ തന്നെ ഷുഗർ ആണ് ഇതിലുള്ള സൊല്യൂട്ട്. അപ്പോൾ ഈ സോൾവെന്റും സൊല്യൂട്ടും കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അതിൽ എന്തുണ്ടാവും, സോൾവെന്റും ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സൊല്യൂട്ടും ഉണ്ടാവും. അപ്പൊ നമുക്കിനി സോൾവെന്റ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോൾവെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സൊല്യൂട്ട് എടുത്താൽ ആ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തിട്ട് ഏത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൊല്യൂട്ട് എന്താണ്, അതായത് നമ്മളൊരു സോൾവെന്റിനെ കൊണ്ട് നമ്മൾ ഡിസോൾവ് ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ലേ, നമ്മൾക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അതിൽ എന്ത് വേണം, സോൾവെന്റും വേണം അതേപോലെ തന്നെ സൊല്യൂട്ടും വേണം. നമ്മൾ ആ സോൾവെന്റിനെ ഡിസോൾവ് ചെയ്യിക്കുന്ന ആ സബ്സ്റ്റൻസ് അതാണ് എന്ത്, സൊല്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മളെ ഡിസോൾവ് ചെയ്യിക്കുന്ന ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്, ഷുഗറിനെയാണ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്നത്. ഷുഗറിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് സൊല്യൂഷൻ കിട്ടുന്നത്, ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ ഇവിടെ വാട്ടർ ആണ് സോൾവെന്റ്, അതേപോലെ തന്നെ ഷുഗർ ആണ് സൊല്യൂട്ട്. സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ആയതാണ്, രണ്ടും കൂടി ഇതായാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ സൊല്യൂട്ട് എന്താണ് അതേപോലെ തന്നെ സോൾവെന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. This method was first employed for separating colored substances and hence this process came to be known as chromatography. അതായത് നമ്മൾ ഫസ്റ്റ് ഈ മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്, അതായത് കളേർഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചത്, അതായത് ക്രോമറ്റോഗ്രാഫി നമ്മൾ ഇതിനെ വിളിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ അതായത് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തത് കളേർഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനി ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യല് നോക്കാം. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്. ഇത് ബിഫോർ ആണ്, ഇത് ആഫ്റ്റർ ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ
ബീക്കറിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ വാട്ടർ എടുത്തിരിക്കുന്നത്. ഇത്രയും കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഫിൽറ്റർ പേപ്പറിൽ എന്തുണ്ട്, നമ്മളൊരു ബ്ലാക്ക് സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ പേപ്പറിൽ നമ്മൾ ഈ വാട്ടറിൽ എങ്ങനെയാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് ഫിൽറ്റർ പേപ്പറിന്റെ ഒരു ചെറിയൊരു പോർഷൻ, ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്നത്. ഒരു ചെറിയ ഇതിന്റെ ടിപ്പ് പോർഷൻ മാത്രമാണ് എന്തിരിക്കുന്നത്, വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്നത്. പക്ഷെ ഒരിക്കലും, അതായത് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ബ്ലാക്ക് സ്പോട്ട് ഈ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടില്ല. അത് ഈ ഫിൽറ്റർ പേപ്പറിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷെ എന്തായാലും അത് ഈ ബ്ലാക്ക് സ്പോട്ട് വാട്ടറിലല്ല, അതായത് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടില്ല ഈ ബ്ലാക്ക് സ്പോട്ട്. അപ്പൊ ഈ ഫിൽറ്റർ പേപ്പറിൽ എന്തുണ്ട്, മൈക്രോ പോർസ് ഉണ്ട്. നമ്മുടെ സാധാരണ നമ്മൾ നോട്ട്ബുക്കിലെ പേപ്പർ എടുത്താൽ കൂടി അതിൽ എന്തുണ്ട്, അതിൽ മൈക്രോ പോർസ് ഉണ്ട്. അപ്പൊ നമ്മൾ പേപ്പറിൽ ജസ്റ്റ് കുറച്ച് വെള്ളം മറിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതായത് ജസ്റ്റ് അതിന്റെ ടിപ്പിലാണ് വെള്ളം മറിഞ്ഞതെങ്കിൽ കൂടി കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതായത് ആ വെള്ളം ആ നോട്ട്ബുക്കിന്റെ പേപ്പറിന്റെ മുകളിലേക്ക് കയറി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ്, അതിലുള്ള മൈക്രോ പോർസ് ഉണ്ട്. ആ മൈക്രോ പോർസിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, അതായത് ഈ വാട്ടർ മുകളിലേക്ക് കയറി പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെയും സംഭവിക്കും. അതായത് നമ്മളിവിടെ ഒരു ഫിൽറ്റർ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. ആ ഫിൽറ്റർ പേപ്പറിൽ എന്തുണ്ട്, മൈക്രോ പോർസ് ഉണ്ട്. അപ്പോൾ ആ മൈക്രോ പോർസിലേക്ക് കൂടി എന്ത് സംഭവിക്കും, നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത വാട്ടർ മുകളിലേക്ക് കയറും. അപ്പൊ എന്താണ്, അപ്പൊ മുകളിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കല്, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ടില് ടച്ച് ചെയ്യുമല്ലോ നമ്മൾ വാട്ടർ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഫിൽറ്റർ പേപ്പറിലുള്ള നമ്മൾ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫിൽറ്റർ പേപ്പറിൽ നമ്മളൊരു ബ്ലാക്ക് സ്പോട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് സ്പോട്ടിൽ വാട്ടർ ടച്ച് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ബ്ലാക്ക് സ്പോട്ടിൽ അതായത് ഇതിന്റെ കളേഴ്സ് ഫോം ചെയ്യും. എന്ത് കളേഴ്സ് ആണ്, അതായത് ഈ ബ്ലാക്ക് കളർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഒരു കളർ മാത്രമല്ല ഉള്ളത്, അതിൽ എന്തുണ്ട്, ഇതിൽ വേറെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ കളേഴ്സ് ഈ വെള്ളം മുകളിലേക്ക് കയറുന്തോറും ഇതിന്റെ കളേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ ഇവിടെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ എന്ത് സംഭവിക്കും, ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ കളേഴ്സ് ഫോം ചെയ്യും. വെള്ളം മുകളിലേക്ക് കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഈ ബ്ലാക്കിന്റെ അതായത് ഈ കളേഴ്സ് ഫോം ചെയ്യും. ബ്ലാക്ക്, റെഡ്, ബ്ലൂ അങ്ങനെ കളേഴ്സ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു, അതായത് ഫിൽറ്റർ പേപ്പറിലൂടെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. അതായത് വാട്ടർ ഫിൽറ്റർ പേപ്പറിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതായത് അവിടെ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതായത് നമ്മൾ ആ ഫിൽറ്റർ പേപ്പറിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ജസ്റ്റ് ഒരു ടിപ്പ് മാത്രമാണ് നമ്മൾ അതിൽ ഡിപ്പ് ചെയ്യുന്നത്. പക്ഷെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതായത് അവിടെ എന്ത് ഫിനോമിനൻ നടക്കുന്നുണ്ട്, അവിടെ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ടിപ്പിൽ അതായത് നമ്മൾ മുഴുവനായിട്ട് ആ ഫിൽറ്റർ പേപ്പർ നമ്മൾ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുന്നില്ല, അതിന്റെ ടിപ്പ് മാത്രമാണ് ഡിപ്പ് ചെയ്യുന്നത്. എങ്കിൽ കൂടി എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ, അതായത് വാട്ടർ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതായത് ഇവിടെ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ക്യാപ്പിലാരിറ്റി എന്താണ്, ക്യാപ്പിലാരിറ്റി ഈസ് ദ ഫിനോമിനൻ ബൈ വിച്ച് ലിക്വിഡ്സ് റൈസ് ത്രൂ മൈക്രോപോർസ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ. അതായത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൈക്രോ പോർസിലൂടെ നമ്മൾ പറഞ്ഞു ഫിൽറ്റർ പേപ്പറിൽ എന്തുണ്ട്, മൈക്രോ പോർസ് ഉണ്ട്. മൈക്രോ പോർസിലേക്കൂടെ ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ഫിനോമിനൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഏത് ഫിനോമിനൻ നടക്കുന്നത്, നമ്മളെ ഈ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷൻ എന്താണ്, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെ എടുത്താലും അതായത് ആ ഒബ്ജക്റ്റിനെ എർത്തിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കുന്നത്. അപ്പോൾ ഈ ക്രോമാറ്റോഗ്രാഫിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്സോർപ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് ക്രോമാറ്റോഗ്രാഫിന്റെ ബേസിസ് എന്ന് പറയുന്നത്
അപ്പോൾ അതായത് ഇത് നമ്മൾ പറഞ്ഞു ഇതിൽ ഫിൽറ്റർ പേപ്പർ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഫിൽറ്റർ പേപ്പറും അതേപോലെ തന്നെ സൊല്യൂട്ട് പാർട്ടിക്കിൾസും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് എന്ത് സംഭവിക്കുന്നുണ്ട്, അത് നമ്മളെ ആ ഫിൽറ്റർ പേപ്പറിന്റെ സർഫസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, അതിന്റെ സർഫസിലാണ് അത് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ, അതേപോലെ തന്നെ നമ്മളൊരു ചോക്ക് പൗഡർ നമ്മൾ ഡസ്റ്ററിൽ ആക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാം, അതായത് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചോക്ക് പൗഡർ ഡസ്റ്ററിൽ ആവുന്നുണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ അത് അതിന്റെ സർഫസിൽ മാത്രമാണ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്. സർഫസിൽ മാത്രമായതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം, അതിനൊരു സർഫസ് ഫിനോമിനയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. അപ്പൊ ഇതുവരെയുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എടുത്ത വീഡിയോസിൽ അതായത് ക്ലാസ്സസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു.